നമ്മളെ ഒരു സൈറ്റിൽ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ ബോസിന്റെ വിളി വരുന്നത്. അർജന്റായിട്ട് നമ്മൾ ഓഫീസിലേക്ക് വരും, ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, ഉച്ചവരെ ഡ്യൂട്ടി എടുത്ത് നമ്മളെ പുതിയ ഷൂ ഒക്കെ ഇട്ടുകാണ്ട് പോവാണ്. ജിദ്ദയിലെ ഷറഫിയയിലാണ് നമ്മളെ ഓഫീസ് വരുന്നത്. നമ്മളെ സ്റ്റേഡിയം കണ്ടില്ല നിങ്ങള്, ഇവിടെ ബാഴ്സലോണന്റെ കളി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം അൽനാസറിന്റെ കളിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട്. നമ്മളേതായാലും ആ കളി ഉണ്ടായിരുന്നു അറിഞ്ഞിട്ടില്ല, കളി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. ഈ കാണുന്നത് പിന്നെ അവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയം കേട്ടോ. ഓരോരോ ബിൽഡിങ്ങളെ രസം നോക്കുകയാണ് നിങ്ങൾ. ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഓഫീസിന്റെ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്. ഇതാണ് നമ്മളെ കമ്പനിയിൽ പുതിയതായിട്ട് വന്ന നമ്മളെ റാഫി. കുറെ കാലമായിട്ട് വിചാരിക്കണേ ഒരു ബ്രാൻഡഡ് ഷൂ വാങ്ങണമെന്ന്. ഒന്നും നോക്കിയില്ല, നൈക്കിന്റെ ഷൂ തന്നെ അങ്ങോട്ട് വാങ്ങി. പൈസ സ്വല്പം കൂടുതൽ എന്നാലും വേണ്ടില്ല, ബ്രാൻഡഡ് ആയിക്കോട്ടെ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ലിഫ്റ്റിൽ കയറി 6ാമത്തെ നിലയിലാട്ടോ നമ്മളെ ഓഫീസ് വരുന്നത്. ഷറഫിയലി സൗദി ബിസിനസ് സെന്ററിലാണ് നമ്മളെ ഓഫീസ് വരുന്നത്. എത്തിയ പാടന്നെ സജാദ് ഖാക്ക് കൈ കൊടുത്തിട്ട് സജാദ് ഖാന്റെ തള്ളൽ കേൾക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത പരിപാടി. ഉള്ളിൽ വേറൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുവരെ നമുക്ക് സജാദ് ഖാന്റെ തള്ളൊന്ന് കേട്ടോണ്ടിരിക്കാം. നമ്മളെ റാഫി ഫസ്റ്റ് ടൈം ആട്ടോ ഓഫീസിൽ വരുന്നത്. അങ്ങനെ നമ്മളെ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. മീറ്റിംഗിൽ എന്താന്ന് വെച്ചാൽ നമ്മളെ കമ്പനി പുതിയ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഓരോരുത്തരുടെ വർക്കും കാര്യങ്ങളും അതൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആപ്പ് പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെയാണ് ഇനി ഫുള്ള് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു മീറ്റിംഗ്. അക്ബായിയാണ് അതിലൊക്കെ പിന്നിൽ കേട്ടോ. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചു പോകുമ്പോൾ ഇനി ഈ സജാദ് ഖാനെ വയലെവിടെയെങ്കിലും തട്ടി കൊടുക്കണം. ഒരു 6 മണി കഴിക്കണ് നമ്മൾ ഓഫീസിന് ഇറങ്ങിയപ്പോൾ ആ സമയത്ത് ഷർഫിയ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് കേച്ചിലായി കിട്ടാൻ വലിയ പണിയാട്ടോ. ഒരു 3/4 മണിക്കൂറോളം നമ്മൾ ബ്ലോക്ക് പെട്ട് കിടന്നിക്കണം. അങ്ങനെ സജാദ് ഖാനെയും വയല് തട്ടി വിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് പോകുന്നു. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ യജ്ജാതി ബ്ലോക്ക് അറിയാം അവിടെ ആ സമയത്തൊക്കെ ഉണ്ടാവല്. തിരിച്ചു പോരുമ്പോൾ എന്തെങ്കിലും കഴിച്ചോളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബോസ് നമ്മളെ കയ്യിൽ കുറച്ച് പൈസയും തന്നിരുന്നിട്ടോ. ഇനി പോയിട്ട് എന്താ കഴിക്കാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ഒന്നും നോക്കില്ല, കുറെ കാലമായി ബ്രോസ്റ്റ് എന്തെങ്കിലും കഴിച്ചിട്ട്. അങ്ങനെ നമ്മളെ റഹേലിലുള്ള മലയാളികളുടെ കടയിലേക്ക് നേരെ പോയി. പിന്നെ നമ്മളെ റാഫി സൗദി അറേബ്യയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ബ്രോസ്റ്റ് കഴിക്കണതും. എല്ലാം കൂടെ ആലോചിച്ചപ്പോൾ നമ്മൾ ബ്രോസ്റ്റ് തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. നെസ്ഫില് ഭയങ്കര ഡയറ്റിന്റെ ആളാണ്, പക്ഷെ ഇന്ന് ആ ഡയറ്റൊക്കെ തെറ്റിയിരിക്കണം. അപ്പൊ ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരണ്ട്.